പ്രാർത്ഥനാ നിറവിൽ പുണ്യം തേടി ആറ്റുകാലിൽ പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. ശ്രീകോവിലിന് മുന്നിൽ ശുദ്ധ പുണ്യാഹത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. അല്പസമയത്തിനകം നിവേദ്യ സമർപ്പണത്തിന് തുടക്കമാകും. പൊങ്കാല മഹോത്സവം നാളെ സമാപിക്കും. നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഭക്തജനലക്ഷങ്ങൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇത്തവണ എത്തിയെന്നാണ് കണക്ക്. മന്ത്രിമാരായ വി എൻ വാസവൻ, വി ശിവൻകുട്ടി, ജി ആർ അനിൽ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തുടങ്ങിയവർ ക്ഷേത്രസന്നിധിയിലെ ചടങ്ങിന് സാക്ഷികളായി. ഞാൻ സ്ഥിരം വരുന്ന ആളാണ്. ഇത്തവണ തിരക്ക് കൂടുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ തിരക്ക് കൂടുതലാണ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ് തുടങ്ങി നഗരത്തിന്റെ വിവിധയിടങ്ങളിലും ഭക്തർ പൊങ്കാലയിട്ടു. അമ്മയോട് ഒന്നാമത് പ്രാർത്ഥിക്കുന്നത് യുദ്ധമെല്ലാം പെട്ടെന്ന് കഴിയണേ എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്നുള്ളത് ലോകാസമസ്ത സുഖിനോഭവന്തു. ഇത്തവണ ഒരുപാട് പ്രാർത്ഥനയുണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ട്. അത് ദേവിയോട് മാത്രം പറയാനായിട്ടുള്ള പ്രാർത്ഥനയാണ്. 2:15 നൈവേദ്യ ചടങ്ങുകൾ. തീർത്ഥം തെളിയിക്കുന്നതിനായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 350-ലധികം പൂജാരിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ചന്ദ്രഗ്രഹണമായതിനാൽ ഇന്ന് 3:10 മുതൽ 7 മണി വരെ ദർശനമുണ്ടായിരിക്കില്ല. മാർച്ച് 5 പുലർച്ചെ നടക്കുന്ന കുരുതി തർപ്പണത്തോടെയാണ് 10 ദിവസം നീണ്ട പൊങ്കാല മഹോത്സവം സമാപിക്കുക. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.